السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه. انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ റഹ്മത്തും ബർക്കത്തും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു സദാസമയവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 57-ാമത് ക്ലാസ്സിൽ 99-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പരിശോധിക്കുവാനുള്ളത്. കുറച്ച് വലിയ ഒരായത്ത് ആയതുകൊണ്ട് സാധിക്കുന്നത്രയും നമുക്ക് വേഗതയിൽ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു പറയാനും കേൾക്കാനും പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്താനും അവൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. وهو الذي أنزل من السماء ماء. അവനാണ്, വഹുവ അവനാണ്, അല്ലദീ അൻസല ചൊരിഞ്ഞു തന്നവൻ, ഇറക്കി തന്നവൻ, മിനസ്സമാഇ ആകാശത്തിൽ നിന്ന്, മാഅൻ വെള്ളം, ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ശൈഇ അത് മുഖേന എല്ലാ വസ്തുക്കളുടെയും നബാത്ത് മുളകൾ, അതിന്റെ നാമ്പുകൾ, അതിന്റെ മുളകൾ, അഖ്റജ്ന നാം പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഫഅഖ്റജ്നാ മിൻഹു ഖളിറ അതിനുശേഷം അതിൽ നിന്ന് പച്ച പിടിച്ച ചെടികൾ നാം വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഫഅഖ്റജ്ന അങ്ങനെ നാം വളർത്തിക്കൊണ്ടുവന്നു, പുറത്തേക്ക് കൊണ്ടുവന്നു, മിൻഹു അതിൽ നിന്ന്, ഖളിറൻ പച്ച പിടിച്ച ചെടികൾ, ഖളിറൻ. നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാകിബ ആ ചെടികളിൽ നിന്ന് നാം തിങ്ങി നിറഞ്ഞ ധാന്യം പുറത്തു കൊണ്ടുവരുന്നു. നുഖ്രിജു മിൻഹു നാം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു, ഹബ്ബൻ ധാന്യം, മുതറാകിബൻ അടുക്ക് അടുക്കായിട്ടുള്ള, റക്കിബ വാഹനം കയറി എന്നാണല്ലോ, യർക്കബു എന്ന് പറഞ്ഞാൽ കയറുന്നു എന്നാണ്.
ഒന്നിന്റെ മുകളിൽ കയറി നിൽക്കുന്ന വിധത്തിൽ അടുക്കടുക്കായിട്ടുള്ള മുത്തറാക്കിബൻ, അടുക്കടുക്കായിട്ടുള്ള ധാന്യങ്ങൾ, വിത്തുക്കൾ നാം അത് മുഖേന ഉൽപ്പാദിപ്പിക്കുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തൊക്കെ സംഭവിച്ചത്? അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം, മഴ വർഷിച്ചു. വെള്ളം ചൊരിഞ്ഞു തന്നവൻ അവനാണ്, അള്ളാഹുവാണ്. എന്നിട്ട് ഫഅഖ്റജ്നാ എന്നാ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും. നാം പുറത്തു കൊണ്ടുവന്നു. അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണ് ഓരോ ധാന്യവും അത് മുളയ്ക്കുന്നത്. ഓരോന്നിന്റെയും ഉള്ളിൽ മുളയ്ക്കുവാനുള്ള സംഗതികളുണ്ട്. ഓരോ വിത്തിന്റെയും ഉള്ളിൽ അതൊന്ന് നനവ് തട്ടിയാൽ, മഴ പെയ്താൽ, വെള്ളം കിട്ടിയാൽ അത് മുളച്ചു വരാനുള്ള സംഗതി ഉണ്ട്. അപ്പൊ ആ നിലക്ക് അതിന് മുളപ്പിച്ചത് നാമാണ്. അഖ്റജ്നാ, നാം എന്നിട്ട് മഴ പെയ്തപ്പോ എന്നിട്ട് നാം അതിനെ മുളപ്പിച്ചു. അത് മുളച്ചു കഴിഞ്ഞിട്ടോ ഫഅഖ്റജ്നാ മിൻഹു ഖദറൻ, നബാത്ത് വന്നു, ചെടികളായിട്ട് അതിന്റെ മുളകൾ പുറത്തേക്ക് വന്നു. പിന്നെ ഖളിറൻ, പച്ച പിടിച്ച ചെടികൾ, തോട്ടങ്ങൾ, മരങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു. നുഖ്രിജു മിൻഹു ഹബ്ബൻ മുസ്തറാക്കിബൻ, കുറെ കൂടെ കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോ ഇങ്ങനെ അടുക്കടുക്കായിട്ടുള്ള ഒന്നിനു മുകളിൽ മറ്റൊന്നായി കയറി നിൽക്കുന്ന രൂപത്തിലുള്ള ധാന്യങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാം, വിത്തുക്കൾ നിങ്ങൾക്ക് അവിടെ കാണാം. വമിനൻ നഖ്ലി മിൻ തൽഇഹാ ഖിൻവാനുൻ ദാനിയ, നിങ്ങൾ ഈത്തപ്പന പരിശോധിക്കുകയാണെങ്കിൽ വമിനൻ നഖ്ലി, അങ്ങനെ വെള്ളം കൊണ്ടുണ്ടായ, കേവലം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നവാത്തിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, ഈത്തപ്പഴക്കുരുവിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, അതേപോലെയുള്ള വിത്തുക്കൾ പലതും മുളച്ചു വരുന്നു. അങ്ങനെ മുളച്ചുണ്ടായ ഒരു ചെടിയായിരുന്നു ഈ വലിയ ഈത്തപ്പനകൾ. ആ ഈത്തപ്പനയിൽ വമിനൻ നഖ്ലി, ഈത്തപ്പനയിൽ മിൻ തൽഇഹാ, അതിന്റെ കൂമ്പോളകളിലായിട്ട്, അതിന്റെ മുകളിൽ നിങ്ങളൊരു കൂമ്പോള കണ്ടിട്ടില്ലേ? കവുങ്ങിന്റെയും തെങ്ങിന്റെയും ഒക്കെ കൂമ്പോളകൾ കണ്ടിട്ടില്ലേ? അതേപോലെ ഈത്തപ്പനയുടെയും കൂമ്പോളകൾ. ആ കൂമ്പോളകളിൽ ഖിൻവാനുൻ ദാനിയ, തൂങ്ങി നിൽക്കുന്ന, താഴോട്ട് തൂങ്ങി നിൽക്കുന്ന ഖിൻവാനുൻ, കുലകളുണ്ട്, വലിയ വലിയ കുലകൾ. ഓരോ കുലയിലും അടുക്കടുക്കായിട്ടുള്ള വിത്തുക്കളുണ്ട്. ഇതൊക്കെ ആരാ ചെയ്തത്? ഫഅഖ്റജ്നാ നുഖ്രിജു, നാം പുറത്തു കൊണ്ടുവരുന്നു. അഖ്റജ്നാ, നാം പുറത്തു കൊണ്ടുവന്നു. അഖ്റജ്നാ എന്നുള്ളതിന്റെ വർത്തമാനകാലക്രിയയാണ് നുഖ്രിജു എന്നത്. നാം പുറത്തു കൊണ്ടുവരുന്നു. അഖ്റജ, പുറത്തു കൊണ്ടുവന്നു. അഖ്റജ്നാ, നാം പുറത്തു കൊണ്ടുവന്നു. നുഖ്രിജു, നാം പുറത്തു കൊണ്ടുവരുന്നു. ആ രണ്ട് വാക്കാണ് പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈത്തപ്പനയെ സംബന്ധിച്ച് പറഞ്ഞു. പിന്നെന്താ ഉള്ളത്? വജന്നാതിൻ മിൻ അനാബിൻ, അതേപോലെ മുന്തിരിത്തോട്ടങ്ങളും, ഐനബിന്റെ അനാബിൻ, അതിന്റെ മുന്തിരി എന്നുള്ളതിന്റെ ബഹുവചനാണ് അനാബ്, മുന്തിരികൾ, മുന്തിരിത്തോട്ടങ്ങൾ. വസ്സൈത്തൂന, സൈത്തൂനുണ്ട്, ഒലീവ് ഉണ്ട്. ഒലീവ് അത് ഒരു കായയായിട്ട് ഭക്ഷിക്കുന്നു. അതേപോലെ അതിന്റെ സൈത്തൂൻ എണ്ണയായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് നിലക്കത് ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യർ. വറുമ്മാന, റുമ്മാൻ പഴമുണ്ട്. റുമ്മാൻ പഴം മാതളവുമുണ്ട്. മുസ്തബിഹൻ വഗൈറ മുതശാബിഹിൻ, പരസ്പരം
സാദൃശ്യമുള്ളതും ഒരുപോലെയാണ് എന്ന് തോന്നുന്നതും തുല്യത തോന്നുന്നതും മുസ്തബിഹൻ പരസ്പരം തുല്യത തോന്നുന്നത് വഗൈറ മുതശാബിഹിൻ എന്നാൽ ഒരേപോലെ അല്ലാത്തതുമായിട്ടുള്ള കണ്ടാൽ ഒരേപോലെയാണെന്ന് തോന്നുന്നത് എന്നാൽ അതോ ഒന്നും മറ്റൊന്നിനോട് തുല്യമായിട്ടുള്ളതല്ല, വ്യത്യസ്തമാണ്. രുചികൾ വ്യത്യസ്തമാണ്, വലിപ്പം വ്യത്യാസം ഉണ്ടാകും, ഘനം വ്യത്യാസം ഉണ്ടാകും, രൂപം വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. കണ്ടാൽ എല്ലാം ഒന്നാണെന്ന് തോന്നും. ഒരു വാഴക്കുല പരിശോധിച്ചാൽ അതിലുള്ള കായ എല്ലാം ഒരേ രൂപത്തിലാണെന്ന് തോന്നും. ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ അത് വ്യത്യസ്തമാണ്. ഒരുപാട് വ്യത്യസ്തതകൾ കാണാം. ഓരോ ഈത്തപ്പഴവും ഒരു കുലയിലെ ഈത്തപ്പഴങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലൊക്കെ വ്യത്യസ്തത കാണാൻ സാധിക്കും. ഇങ്ങനെ പരസ്പരം തുല്യത തോന്നുന്നത്, എന്നാൽ അങ്ങനെ തുല്യത വഗൈറ മുതശാബിഹിൻ ഒരുപോലെ അല്ലാത്തതുമായ ഒലീവും സൈത്തൂനും മാതളവുമൊക്കെ അതേപോലെ മുന്തിരിയുടെ തോട്ടങ്ങളുമൊക്കെയാണ് ഈ ഒരു മഴ മുഖേന അള്ളാഹു മുളപ്പിച്ച് ഉണ്ടാക്കിയത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഈത്തപ്പഴം ഈ ഒരു മഴയിലുണ്ടായതാ. മുന്തിരിത്തോട്ടങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കളറുകളിലുള്ള, നിറങ്ങളിലുള്ള, ടേസ്റ്റുള്ള, വ്യത്യസ്തമായ രുചികളുള്ള മുന്തിരികളാണ് ഉള്ളത്. സൈത്തൂൻ അതിന് എന്തൊക്കെ കളറുണ്ട്? പച്ചയും പിന്നെ ചുവപ്പും, അങ്ങനെ പലതരത്തിലുള്ള കറുപ്പുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള സൈത്തൂനില്ലേ. വറുമ്മാൻ, ആ റുമ്മാൻ പഴം, അതിന്റെ ആകൃതിയും അതിന്റെ രൂപവും ഒക്കെ നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഉള്ള എന്തൊക്കെയാണ് ഈ മഴ മുഖേന അള്ളാഹു നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നിരിക്കുന്നത്, പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് നോക്കൂ. ഉൻദുറൂ ഇലാ സമരിഹി ഇദാ അസ്മറ. നിങ്ങൾ ഇങ്ങനെ നോക്കുക. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇത് ഓരോ ചെടിയും മുളച്ചുണ്ടാകുന്നത് മുതൽ നിങ്ങൾ ഇങ്ങനെ നോക്കി നിന്നോളൂ. നിങ്ങൾക്കൊരു ക്യാമറ അതിന്റെ മുമ്പിൽ ഫിറ്റ് ചെയ്യാൻ സാധിച്ചാല് ഒരുപക്ഷെ ഒരു മാസമോ 2 മാസമോ 6 മാസമോ 1 വർഷമോ ഒക്കെ നിങ്ങൾക്ക് ക്യാമറ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ചെടി വളരുന്നതും ആ ചെടിയിൽ ഫലങ്ങൾ ഉണ്ടാകുന്നതും എന്നിട്ട് അത് അതിലുണ്ടാകുന്ന സമർ, അവയുടെ കായ്ക്ക് അതിലുണ്ടാകുന്ന കായ്കൾ, പലതരത്തിലുള്ള കായ്കൾ ഉണ്ടാവില്ലേ, പല ഫലങ്ങൾ ഉണ്ടാവില്ലേ. ആ ഫലങ്ങൾ ഓരോന്നും നിങ്ങളൊന്ന് നോക്കൂ. ഇതാ അസ്മറ, അത് കായ്ച്ചു വരുന്നപ്പോ അത് കായ്ച്ചു വരുന്നതെന്ന് നോക്കൂ. ചെറിയ ചെറിയ കുഞ്ഞ് കണ്ണിമാങ്ങ കുഞ്ഞായിരിക്കുമ്പോ ഓരോന്നിന്റെയും സംഗതികൾ നിങ്ങൾ എടുത്തു നോക്കി. പിന്നീട് വയൻ ഐഹി, അത് മൂപ്പെത്തുന്നതും വയൻ ഐഹി, അതിന്റെ മൂപ്പെത്തിയാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ? ഓരോന്ന് നിങ്ങൾ അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടോ? അത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റാവുന്ന രൂപത്തിലായിരിക്കില്ല. കയ്പുണ്ടാകാം, ചമർപ്പുണ്ടാകാം, പുളിപ്പുണ്ടാകാം. എന്നാൽ അത് മൂപ്പൊത്തി കഴിഞ്ഞാൽ നല്ല മധുരായിരിക്കും, നല്ല രുചിയായിരിക്കും. ഇന്നലെയുള്ള രുചിയല്ല ഇന്നുള്ളത്. പഴുപ്പ് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലത്തെ പാകത്തിന് നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന രുചിയല്ല ഒരുപക്ഷെ ഇന്ന് നമ്മൾ അത് പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. 2 ദിവസം കൂടെ ഉണ്ട്, നമ്മൾ പറയും മൂപ്പെത്തിയിട്ടില്ല, കുറച്ചും കൂടെ ഒരു ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറിച്ചെടുക്കുന്നത്. അതിന്റെ സമയം നോക്കി, സന്ദർഭം നോക്കി, അതിങ്ങനെ ഓരോ ദിവസവും ചെന്ന് നോക്കി, വാഴക്കൊല പഴുത്തിക്കുന്നോ നോക്കി, അത് മുൻപത്തിക്കുന്നോ നോക്കി, അങ്ങനെയാണ് നമ്മൾ അതിനെ പറിച്ചെടുക്കുന്നത്. അപ്പൊ നിങ്ങളും നോക്കൂ. ഉൻദുറൂ ഇലാ സമരിഹി ഇദാ അസ്മറ. ഓരോ പഴവും ഓരോ കായ്ക്കളും ഓരോ ഫലവും അതിങ്ങനെ കായ്ച്ചു വരുന്നത്, അത് മൂപ്പെത്തുന്നതും വയൻ ഐഹി, അത് മൂപ്പെത്തുന്നതും നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ? ശ്രദ്ധിച്ചു നോക്കൂ. എന്തൊരു ആയത്താണിത്, എന്തൊരു പരാമർശമാണ് അള്ളാഹു ഇവിടെ നടത്തുന്നത്.
നമ്മളെ സാധാരണ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സംഗതികളെ എത്ര ശ്രദ്ധാപൂർവമാണ് നമ്മൾ എത്ര ശ്രദ്ധാപൂർവം കാണേണ്ടതാണ് എന്നുള്ള നിലക്കാണ് അള്ളാഹു ഇവിടെ നമുക്ക് അവതരിപ്പിച്ചു തരുന്നത് എന്ന് നോക്കൂ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, തീർച്ചയായും ഇവയിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആയത്തിന്റെ കൃത്യമായ അർത്ഥങ്ങൾ, ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. അത് മൂപ്പത്തുമ്പോ ആ പദങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്താൻ ശ്രദ്ധിക്കാം. വഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعه قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعه إن في ذلك لآيات لقوم يؤمنون. ശരി, ചെറിയ ഒരു വിശദീകരണത്തിലേക്ക് പോകാം. വാക്കുകളുടെ അർത്ഥം ഖദിറൻ, എന്ന് പറയാം. അതിന് കൃഷി ആകുമ്പോ അതിന്റെ എന്ന മോഡലിൽ എന്ന രൂപത്തിലാകുമ്പോ ഷജറൻ അഖ്ളറ, പച്ചമരങ്ങൾ പച്ചച്ചെടികൾ എന്നും അതിനർത്ഥം പറയാം. മുത്തറാക്കിബൻ നമ്മൾ അർത്ഥം പറഞ്ഞു. യർക്കബു ബഅ്ദുഹു ഫൗഖ ബഅ്ദ്, ഒന്ന് മറ്റൊന്നിന്റെ മുകൾ കയറി നിൽക്കുക, അതിനാണ് മുത്തറാക്കിബൻ എന്ന് പറയാ. അങ്ങനെയാണല്ലോ നമ്മളെ വാഴക്കുലയും ഈത്തപ്പഴവും തേങ്ങയും അടക്കയും അതേപോലെയുള്ള കുലകളായിട്ട് വരുന്ന സംഗതികൾ. അതേപോലെ അധികം ഉണ്ടാകുന്ന ഫലങ്ങൾ ഒന്നിച്ച് ഒരേ കുലയിൽ ഒരേ ഞെട്ടിയിൽ ഉണ്ടാകുന്ന മാങ്ങയാണെങ്കിലും മറ്റെന്താണെങ്കിലും ഒക്കെ അങ്ങനെ അടുക്കടുക്കായിട്ട് അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അതിന്റെ കൂമ്പോളയിൽ ആ പച്ചയായി നിൽക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ടില്ലേ? ഓരോന്നും അത് വളർന്നു വരുമ്പോ ആ കൂമ്പോളയില് തുടക്കത്തിലുണ്ടാകുന്നത് പോലെയാണോ പിന്നീട് കൂമ്പോളക്ക് മാറ്റം വരുന്നു, അതിലുള്ള ഫലങ്ങൾക്ക് മാറ്റം വരുന്നു. അത് പാകമായി വരുമ്പോ അതുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് രണ്ടും വേർപെട്ടുകൊണ്ട് ഒക്കെ നിൽക്കുന്ന അവസ്ഥകൾ, അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നുളിജിഹി എന്നാണ്, നല്ലജ എന്ന് പറഞ്ഞ പാകാകാന്നാണ്. അത് പ്രായമെത്തിയാൽ എന്നാണ്. ബുലൂഗെത്തിയാൽ, അതാണ് എന്ന് പറഞ്ഞാൽ. ഖിൻവാൻ എന്നുള്ളത് ഖിൻവുൻ എന്നുള്ളതിന്റെ ബഹുവചനം. അതിന്റെ അർത്ഥം ഉൻകൂദുൻ നഖിൽ, ഈത്തപ്പന കുല എന്നാണ് ഖിൻവാനുൻ എന്ന വാക്കിന്റെ അർത്ഥം. ദാനിയത്തുൻ എന്ന് ഖരീബത്തുൻ ഇലൽ അർള്, ഭൂമിയോട് അടുത്ത് നിൽക്കുന്നത്, താന്നു നിൽക്കുന്നത് എന്നാണ്. നമ്മൾ വേറെ ഒന്ന് രണ്ടായത്ത് പഠിച്ചിട്ടില്ലായിരുന്നോ ആ ദാനിയത്ത് എന്നുള്ളതിന്? ദാനിയ, സ്വർഗത്തിലെ പഴങ്ങൾ ഓരോന്നും ദാനിയത്തിന്, അത് പറിച്ചെടുക്കാൻ പാകത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് താന്നു വരുന്നതാണ്, നിങ്ങളുടെ അടുക്കലേക്ക് അടുത്തു വരുന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? മരത്തിന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കുലകൾ ഓരോന്നും പറിക്കാൻ വേണ്ടിയിട്ട് മരം കയറണമെങ്കിൽ കയറിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ ആ കുലകൾ ഓരോന്നും താഴോട്ട് നിങ്ങളുടെ അടുക്കലേക്ക് താന്നു വരും. എന്നിട്ട് നിങ്ങളുടെ ഇരിപ്പിൽ തന്നെ, ഇരുന്നേടത്ത് തന്നെ ആ ചാരുകസേലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറിച്ചു തിന്ന സ്വർഗത്തിലെ ഫലങ്ങൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതേപോലെ വദാനിയത്തൻ അലൈഹിം നിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല എന്നല്ലേ സൂറത്തുൽ ഇൻസാനിൽ. അതിലെ തണലുകളും നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അടുക്കലായിട്ട് വദാനിയത്തൻ അലൈഹിം നിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല, അതിലെ തണലുകളും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അടുക്കലായിട്ട് വരുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. മുസ്തബിഹൻ,
മുസ്തബിഹൻ പരസ്പര സാദൃശ്യം ഉള്ളത് ഇല്ലേ, ഒരേപോലെ തോന്നുന്നത്. അത് പണ്ഡിതന്മാർ പറഞ്ഞത് ഫിൽ മന്ദർ, കാഴ്ചയിൽ അങ്ങനെ തോന്നും. വളരെ മുത്തശാബി, എന്നാൽ ഒരേപോലെ അല്ലാത്തത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫിത്തഅമി, രുചിയുടെ കാര്യത്തിലാണ് ഒരിക്കലും ഒരേപോലെ അല്ലാത്തത്, വ്യത്യസ്തമാണ് ഓരോന്നും. ഉൻളുറൂ, നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഫക്കിറൂ ഫി ഖുദ്റത്തി ഖാലിഖിഹി, സൃഷ്ടാവായ അള്ളാഹുവിന്റെ ഖുദ്റത്ത്, ആ കാര്യത്തിൽ നിങ്ങളൊന്ന് ഫിക്ർ കൊടുക്കണേ, നിങ്ങളൊന്ന് ചിന്ത കൊടുക്കണേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെയാണ് വാക്കുകളെ നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നത്. അടുത്ത ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയാണ്, ശ്രദ്ധിക്കുക. എന്താ അവിടെ പറഞ്ഞത്? മൊത്തത്തിൽ വഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ഷൈഇൻ, ആകാശത്ത് നിന്ന് മഴവെള്ളം ഇറക്കി എല്ലാവിധ സസ്യങ്ങളെയും മുളപ്പിച്ച് പച്ചച്ചെടികളാക്കി വളർത്തി അവയിൽ നിന്ന് ആഹാര വസ്തുക്കളായ ധാന്യങ്ങൾ സമൃദ്ധമാക്കി തന്നവനാണവൻ. നിങ്ങൾ ഈ കണ്ട കുലകൾ ഓരോന്നും വ്യത്യസ്ത ധാന്യങ്ങളാണ്. അതൊക്കെ എങ്ങനെ ഉണ്ടായത്? അള്ളാഹുവിന്റെ മഴവെള്ളം കിട്ടിയപ്പോ, അനുഗ്രഹം കിട്ടിയപ്പോ ഉണ്ടായതാ. അവിടെ നിങ്ങൾ പച്ചപ്പ് കണ്ടില്ലേ? പച്ചയായി നിൽക്കുന്നത് കണ്ടില്ലേ? സജീവമായി നിൽക്കുന്നത് കണ്ടില്ലേ? അതൊക്കെ ഈ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈത്തപ്പനകൾ ശ്രദ്ധിക്കുക. അത് കുലയിടുന്നു, കുലകൾ വരുന്നത്, അവയുടെ കുതിർപ്പുകൾ തുരുതുരെ തൂങ്ങി നിൽക്കുന്നത്. മുന്തിരിത്തോട്ടങ്ങൾ നോക്കൂ, ഒലീവ് വൃക്ഷങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഉർമാൻ ചെടികൾ, മാതള ചെടികൾ പരിശോധിച്ചു നോക്കൂ. ഇവയൊക്കെ വ്യത്യസ്തമല്ലേ? ഓരോന്നും അതിന്റെ നിറവും രുചിയും ഒക്കെ വേറെ വേറെയല്ലേ? ആകൃതിയില്, സ്വഭാവത്തില്, രുചിയില്, ഗുണത്തില്, വർണ്ണത്തില് എല്ലാം പരസ്പരം സാദൃശ്യമുള്ളവയാണോ? കണ്ടാൽ ഒരു പക്ഷെ അങ്ങനെ തോന്നും നിങ്ങൾക്ക്. പക്ഷെ എല്ലാം വ്യത്യസ്തമല്ലേ? ഫലം കായ്ക്കുമ്പോൾ ആദ്യം വരുന്ന ഇത് പിഞ്ച്, ചള്ള്, അതൊക്കെയാണ് നമ്മൾ അതിനെ പറ്റി പറയുക. അത് വെറും ചള്ള, അത് കൂട്ടാൻ വെക്കാൻ പറ്റൂല, അത് തിന്നാൻ പറ്റില്ല, അത് പുളിക്കും, അത് ചമർപ്പുണ്ടാകും എന്നൊക്കെയല്ലേ നിങ്ങൾ പറയാറുള്ളത്. പക്ഷെ അത് മൂത്ത് പഴുത്ത് പാകമാകുമ്പോ എന്തൊരു രുചിയാണ് ഓരോ സംഗതികൾക്കും ഉണ്ടാകുന്നത്. ഈത്തപ്പഴം അത് ചള്ളായി നിൽക്കുമ്പോ ഭയങ്കര കയ്പല്ലേ, ചമർപ്പല്ലേ? അത് ചൂടുകാറ്റ് തട്ടി ആ തീപ്പൊരിക്കാറ്റ് ഏശി കുറച്ചു കാലം കഴിഞ്ഞത് പാകമായി വരുമ്പോ അത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണ്, എന്തൊരു മധുര, എന്തൊരു വ്യത്യാസ ആ ഫലങ്ങളിൽ ഓരോന്നിലും വരുന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് മൂപ്പത്തുന്ന സമയത്തുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണേ എന്ന് ഇവിടെ ഞാൻ പറഞ്ഞു. എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. നാം ആണ് അതിനെ മുളപ്പിച്ചിരിക്കുന്നത്. സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞതുപോലെ അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അൻതും തസ്റഊനഹു, അതിനെ സിറാഅത്ത് നടത്തുന്നത്, അതിനെ മുളപ്പിച്ച് പുറത്തേക്ക് കൃഷിയായി കൊണ്ടുവരുന്നത് നിങ്ങളാണോ? അം നഹ്നു സാരിഊൻ, അല്ല നമ്മളാണോ അത് മുളപ്പിച്ച് തോട്ടമാക്കി കൃഷിയാക്കി വിളയാക്കി നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അൽ മുറാദ് ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ഷൈഇൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഹു നബാത്തുൻ, അതിന്റെ ഉള്ളിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഓരോ വിത്തിന്റെയും ഉള്ളിൽ ഒരു നബാത്തുണ്ട്, ഒരു ചെടിയുണ്ട്, ഒരു മുളയുണ്ട്. ആ മുള നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നുവെന്നാണ്. ഓരോ വിത്തും നമ്മൾ മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെയും നബാത്ത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ വിത്തിന്റെയും ഉള്ളിൽ നിങ്ങൾ കാണാത്ത ഒരു മുള നിൽക്കുന്നുണ്ട്, ഒരു നാമ്പ് പുറത്തേക്ക് വരാനുള്ള ഒരു സാധനമുണ്ട്. അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നവൻ നാം ആണ് എന്നാണ്. വല്ലദീ ലാ നബാതഹു ലാ യകൂനു ദാഖിലൻ ഫീഹി, അങ്ങനെ മുളയില്ലാത്ത പലതുണ്ട്, മുളയ്ക്കാത്ത പല സംഗതികളുണ്ട്.
കാലിയായി നിൽക്കുന്ന വിത്തുകളുണ്ട്. എന്നാൽ ഇവിടെ മുളയുള്ള വിത്തുകളെയാണ് നാം മുളപ്പിക്കുന്നത് എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടത് മിൻഹു ഖദറൻ എന്നാണ്. അനന്തരം അതിൽ നിന്ന് പച്ച പിടിച്ച ചെടികൾ നാം വളർത്തിക്കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഖദർ എന്ന് പറഞ്ഞാലും അഹ്ലർ എന്ന് പറഞ്ഞാലും ഒന്നല്ല. സാധാരണ പച്ച നിറത്തിന് പറയാ അഹ്ലർ എന്നാണ്, പച്ച നിറം എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഖദറൻ എന്നാണ്. ഖദർ എന്ന് പറഞ്ഞാൽ പച്ച പിടിച്ച ചെടികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊരു സൗന്ദര്യാണ് ഈ പച്ച നിറത്തിന്, ആ പച്ചപ്പ് ഉള്ള പ്രദേശത്തിന്, ആ പച്ച പിടിച്ച് കിടക്കുന്ന പുൽപ്രദേശങ്ങൾക്ക്. വീടിന്റെ മുമ്പാരത്ത് ആ പുല്ല്, പച്ച പുല്ല് വെച്ച് വളർത്തി അതിങ്ങനെ കാണുമ്പോ എന്തൊരു സന്തോഷ. പച്ച നിറഞ്ഞ മൈതാനത്ത് ചെന്നിരിക്കാൻ എന്തൊരാനന്ദ. ഈ പച്ച നിറത്തിലുള്ള ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് അത് മുഖേന നമ്മൾ ഉൽപ്പാദിപ്പിച്ചു തന്നില്ലേ? നിറവും ആസ്വാദനവും നൽകുന്നതാണ് ഖദർ എന്നുള്ള സംഗതി. അഹ്ലർ എന്നത് പച്ച നിറത്തെയാണ് സൂചിപ്പിക്കുന്നത്. പച്ചപ്പ് ഏറെ അനുഗ്രഹീതമാണ്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫതുസ്ബിഹുൽ അർളു മുഖ്ളറതൻ ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. നിങ്ങൾ കണ്ടില്ലേ, അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചിട്ട് ഫതുസ്ബിഹുൽ അർളു മുഖ്ളറതൻ, ഭൂമി പച്ച പിടിച്ചതായി തീരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മഴക്കാലം വരുന്നതിന്റെ മുമ്പ് ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ കാണാന്? ആകെ ഉണങ്ങി വരണ്ട് കിടക്കുകയായിരുന്നില്ലേ? മഴ കിട്ടിയപ്പോ അവിടേക്ക് നിങ്ങളൊന്ന് നോക്കൂ, മുഖ്ളറതൻ, അത് പച്ച പിടിച്ചതായി തീർന്നില്ലേ? ചോദിക്കുന്നുണ്ട് ഖുർആൻ. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ മുത്തഖീന അലാ റഫ്റഫിൻ ഖുദറിൻ വഅബ്ഖരിയിൻ ഹിസാൻ, പച്ച നിറത്തിലുള്ള തലയിണയിലും അഴകുള്ള പരവതാനികളിലും ചാരിക്കിടക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പച്ച നിറത്തിലുള്ള തലയിണകൾ ആണ് സ്വർഗത്തിലുള്ളത് എന്ന്. ആലിയവും സിയാം സുന്ദസിൻ ഹുദുറുൻ വഇസ്തബറഖുൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വേറൊരു ഭാഗത്ത്. അവരുടെ മേൽ പച്ച നിറമുള്ള നേർത്ത പട്ടുവസ്ത്രങ്ങളും കട്ടിയുള്ള പട്ടുവസ്ത്രങ്ങളുമുണ്ട് എന്നെടുത്ത് സുന്ദുസിൻ ഹുദുറുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈസ്തബറഖുൻ, പച്ച നിറത്തിലുള്ള നേർത്ത പട്ടുവസ്ത്രങ്ങൾ. സുന്ദുസിൻ ഹുദുറുൻ, ഹുദുറായിട്ടുള്ള പച്ച നിറത്തിലുള്ള ഉണ്ട്. വമിൻ ദൂനിഹിമാ ജന്നത്താൻ വബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ മുദ്ഹാമ്മത്താൻ മുദ്ഹാമ്മത്താൻ. സ്വർഗത്തിൽ രണ്ട് സ്വർഗങ്ങളെ പരിചയപ്പെടുത്തി സൂറത്തുർ റഹ്മാനിൽ. വീണ്ടും വേറെയും രണ്ട് തോട്ടങ്ങൾ, വേറെയും രണ്ട് സ്വർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ പരിചയപ്പെടുത്തിയപ്പോ മുദ്ഹാമ്മത്താൻ എന്നാണ് അവിടെ പറഞ്ഞത്. കടും പച്ച നിറത്തിലുള്ള സ്വർഗങ്ങൾ. അങ്ങനെ ഒരുപാട് ചെടികൾ ഉണ്ടാകുമ്പോ, ഒരുപാട് മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുമ്പോ ആ തോട്ടത്തെ നമ്മൾ പറയാറുണ്ട്, കാണാറുള്ളത് കടുത്ത പച്ച നിറത്തിലാണല്ലോ. ഒരു തരം ഇരുട്ട് തോന്നിക്കുന്ന വിധത്തിലുള്ള കറുത്തതായിട്ടാണല്ലോ നമുക്ക് അവിടെ അനുഭവപ്പെടാറുള്ളത്. ആ നിലക്കൊക്കെ ഖുർആൻ പച്ചയെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറം പച്ചയാണ്, അല്ലെ? ചെടികൾക്ക് പച്ച നിറം ലഭിക്കാൻ കാരണം അതിലുള്ള ഹരിതകം എന്ന ആ പച്ച നിറമാണ്, ആ ഘടകമാണ് എന്ന് നമുക്കറിയാം. ഇത് തന്നെയാണ് പ്രകാശ സംശ്ലേഷണം നടത്തി ആഹാരം നിർമ്മിക്കാൻ സസ്യങ്ങൾക്ക് സഹായിക്കുന്നത്. ഈ പച്ച നിറമാണ് ഒക്കെ നമുക്കറിയാവുന്നതാണ്. സാധാരണ പച്ച നിറത്തെ തടസ്സമില്ലായ്മയെ സൂചിപ്പിക്കാൻ പച്ച നിറാണ് ഉപയോഗിക്കുക. നമ്മുടെ സിഗ്നൽ ലൈറ്റുകളിലൊക്കെ പച്ച നിറം ഉപയോഗിച്ചിട്ടാണ് തടസ്സമല്ല, പോയിക്കോളൂ, സമാധാനത്തോടുകൂടി പോയിക്കോളൂ എന്ന് പറയാൻ വേണ്ടി ലോകം മുഴുവനും ഉപയോഗിക്കപ്പെടുന്ന ഒരു നിറമാണ് പച്ച എന്നുള്ളത്. ഗതാഗത വിളക്കുകളിൽ നമ്മൾ സാധാരണ അങ്ങനെ കാണുന്ന സംഗതികളാണ്. അപ്പോ ആ നിലക്കാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു പച്ച വിധാനിച്ചിരിക്കുന്നത്, പച്ചപ്പ് സംവിധാനിച്ചിരിക്കുന്നത്. ഒരു പച്ച നിറമുള്ള പച്ചപ്പുള്ള പ്രദേശത്തേക്ക് പോകാൻ
കൂടുതൽ മഴ പെയ്യുന്നിടത്ത്, കൂടുതൽ ചെടികളുള്ളിടത്ത്, കൂടുതൽ കാടുകളുള്ളിടത്തൊക്കെ അല്ലേ മനുഷ്യന്മാർ അധികവും പോകുന്നത്. അവിടെയല്ലേ അവർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. എങ്ങനെ കിട്ടി ഈ പച്ച നിറം? എങ്ങനെ കിട്ടി ഈ പച്ചച്ചെടികൾ? എങ്ങനെ കിട്ടി ഇതിലൂടെയുള്ള നിങ്ങളുടെ സന്തോഷം? അള്ളാഹുവിന്റെ അനുഗ്രഹമായ മഴയല്ലേ? ആലോചിച്ച് നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുക വിശ്വാസികളെ അള്ളാഹു നമ്മളോട്. നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാകിബൻ, അങ്ങനെ ചെടികൾ വളർന്നിട്ട് ആ ചെടികളിൽ നിന്ന് നിങ്ങൾക്ക് തിങ്ങി നിറഞ്ഞ ധാന്യമാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഒന്നല്ല, നിങ്ങൾ ഒന്നാ ഭൂമിയിലേക്ക് ഇട്ടത്. ഓരോ സംഗതി എടുത്തു നോക്കൂ. ചോളവും നെല്ലും വായക്കുലയും ഈത്തപ്പനക്കുലയും അടക്കയും തേങ്ങയും എന്തെടുത്തു നോക്ക്. എത്രയാണ് ഇങ്ങനെ അടുക്കടുക്കായിട്ട് നിൽക്കുന്നത്. അവസാനം അത് തൂങ്ങി നിൽക്കാൻ കഴിയാതെ ഓരോന്നോരോന്ന് താഴോട്ട് അടർന്ന് വീണു പോവുക. അത്രയൊക്കെ ഉണ്ട്. ഓരോന്നിന്റെ മേലെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നത് എന്ന്. ഈ ഒരു സംഭവം, ഇങ്ങനെ അടുക്കടുക്കായിട്ട് നിൽക്കുന്ന ഒരു ധാന്യത്തിൽ നിന്ന് ഒരുപാട് ധാന്യങ്ങൾ ഉണ്ടാകുന്ന ഈ സംഭവത്തെ അള്ളാഹു പക്ഷെ പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഉദാഹരിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. എവിടെയാ പറഞ്ഞത്? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു വിത്ത് പോലെയാണ്. ഒരു വിത്ത് പോലെയാണ് ട്ടോ. അമ്പത്തത് സബ്അ സനാബില, അതിൽ നിന്ന് 7 കുലകളാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ, ഓരോ കുലയിലും 100 കണക്കിന് വിത്തുകളുണ്ട്. വല്ലാഹു യുളായിഫു ലിമൻ യശാ, അല്ലാഹു വീണ്ടും ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു ഏറെ വിശാലനും എല്ലാ കാര്യങ്ങളും അറിയുന്നവനുമാണ് എന്ന് പറയാ. അപ്പൊ ഇത്രയും വലിയ ലാഭമാണ്, ഇത്രയും വലിയ നേട്ടമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾക്ക് ഉള്ളത് എന്ന് പറയാൻ മനുഷ്യരെ ചിന്തിപ്പിക്കുന്നത്, അവന്റെ ബോധമണ്ഡലം കൊണ്ടുപോകുന്നത് ഒരു വിത്തിൽ നിന്ന് ഒരുപാട് വിത്തുകൾ ഉണ്ടാകുന്ന, അവൻ കൃഷി ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ആ ധാന്യമണികളോട് ഉപമിച്ചുകൊണ്ടാണ് എന്ന് ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് കുലകൾ, അടുക്കടുക്കായി നിൽക്കുന്ന കുലകൾ എന്നതിന് വേറെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്തുർ റഹ്മാനിൽ. ഫിഹാ ഫാകിഹത്തും വന്നഖ്ലു ദാത്തുൽ അക്മാം. ദാത്തുൽ അക്മാം എന്നാ പറഞ്ഞത്. കൂമ്പോളകളുള്ള, ആ കൂമ്പോളകൾക്ക് ഉള്ളിലായിട്ട് നിൽക്കുന്ന ആ പഴങ്ങൾക്ക് സംരക്ഷണമായി കൂമ്പോളകളുണ്ട്. അതിന്റെ ഉള്ളിലാണ് അത് വളർന്നു വരുന്നത്. എന്നിട്ടത് കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് പൊട്ടിപ്പോകുന്നത്. അതിങ്ങനെ തീർത്ത് വന്ന് അതിനുള്ള ഫലങ്ങളൊക്കെ പാകമാകുമ്പം മാത്രമാണ് ആ കൂമ്പോളകൾ ഉണങ്ങി ഇല്ലാണ്ടായി പോകുന്നത്, അത് ചീഞ്ഞു പോകുന്നത്, ഉണങ്ങിപ്പോകുന്നത്. ഇതൊക്കെ പാകമായതിന് ശേഷം ഇത്ര സംരക്ഷണം നൽകിയിട്ടാണ് ഈ വിത്തുക്കളെ, ഈ ഫലങ്ങളെ ഒക്കെ അള്ളാഹു, ഇതിന്റെ ഓരോ മരങ്ങളിലും ചെടികളിലുമൊക്കെ അള്ളാഹു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ തേങ്ങാക്കുലകൾ, ആ കുല ഒരു കൂമ്പോളയിലാണ് ചെറുപ്പത്തിൽ, അത് ചെറിയതായിരിക്കുമ്പോ ഉള്ളത്. ഓരോന്നും ഈത്തപ്പഴവും അടക്കയും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എത്ര വലിയ സംരക്ഷണ പടച്ചവൻ ഇതിനൊക്കെ ഏർപ്പെടുത്തിയിട്ട് നമുക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കൊതുമ്പുകളിൽ പൊതിഞ്ഞ് സംരക്ഷണം നൽകപ്പെട്ട എന്തെല്ലാം സംഗതികളുണ്ട്. ഇനി കുലകൾ നോക്കണ്ട, നമ്മുടെ തേങ്ങ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ തേങ്ങയുടെ പുറത്ത് കൊതുമ്പുകളുണ്ട്, അതിന്റെ ചെകിരികളുണ്ട്, ചിരട്ടുണ്ട്, അതിന്റെ ഈ പുറത്ത് വേറൊരു തൊലിയുണ്ട്. അങ്ങനെ പലതുമായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിച്ചു നിർത്തുന്ന എന്തൊക്കെ ചെടികൾ, എന്തൊക്കെ ഫലങ്ങളാണ് ഭൂലോകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹു നമ്മുടെ ചിന്തയെ കൊണ്ടുപോവുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കാം.
വജന്നാത്തിൻ മിൻ അനാബിൻ വസ്സൈതൂന വറുമ്മാന മുസ്തബിഹൻ വഗൈറ മുതശാബിഹ്. മുന്തിരിത്തോട്ടങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ നേരത്തെ നഖിലാണ് പറഞ്ഞത്, അതൊരു വലിയ വൃക്ഷമാണ് അല്ലേ? വജന്നാത്തിൻ മിൻ അനാബിൻ, പിന്നെ മുന്തിരിയാണ് പറഞ്ഞത്. വള്ളികളിൽ ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വലിയ വലിയ മരങ്ങളിൽ മാത്രമല്ല. കേവലം നിസ്സാരമായ, തൊട്ടാൽ പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ള, ഒന്ന് പിടിച്ചു വലിക്കാൻ സാധിക്കാതെ അത്രയും വളരെ ദുർബലമായ വള്ളികളിലാണ് ഈ മുന്തിരികൾ ഉണ്ടാകുന്നത്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? വൃക്ഷങ്ങളിൽ മാത്രമല്ല, ചെറിയ ചെറിയ ചെടികളായിട്ട് വളരുന്നവയല്ല, വള്ളിച്ചെടികളിൽ ഉണ്ടാകുന്ന സംഗതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വസ്സൈത്തൂന, അതേപോലെ ഒലീവ്, സൈത്തൂൻ, ഒലീവ്, വറുമ്മാൻ, മാതളം, ഉർമാൻ പഴം, മുസ്തബിഹൻ വഗൈറ മുതശാബിഹിൻ, പരസ്പരം തുല്യത തോന്നുന്നതും എന്നാൽ ഒരുപോലെയല്ലാത്തതുമായ. നിറം കണ്ടാൽ ഒരുപക്ഷെ ഒന്നാണെന്ന് തോന്നും, രുചിച്ചു നോക്കുമ്പോൾ ചിലപ്പം വ്യത്യാസം ഉണ്ടാകും. രുചിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരേപോലെ ആണെന്ന് തോന്നിയേക്കാം, പക്ഷെ നിറം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെ പല നിരക്കുണ്ടാകാം. ഇതൊക്കെ എങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. എത്രയാണ് ഇന്റർനെറ്റ് പരിശോധിച്ചു നോക്കിയാൽ ഒലീവിനെ സംബന്ധിച്ച്, ഉർമാൻ പഴത്തെ സംബന്ധിച്ചൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതെന്തായിരിക്കും സൈത്തൂനും റുമാനും ഒക്കെ അടുത്തടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ അവിടെയും റുമാൻ പഴത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സൈത്തൂൻ പല ഭാഗങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സൂറത്തിൽ തന്നെ പ്രത്യേകം വത്തീൻ വസ്സൈത്തൂൻ, ആ സൈത്തൂൻ എന്ന പദം കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു സംഗതിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ സൈത്തൂന് പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം ഒലീവിന്റെ, സൈത്തൂന്റെ ഗുണഗണങ്ങൾ എന്താണെന്നുള്ളത്. ആരോഗ്യകരമായ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും ആന്റി ഓക്സിഡന്റുകളും ഇതിലുണ്ട് എന്നാണ്. ഇതില് കൊഴുപ്പില്ല എന്നാണ്. അതേപോലെ രക്തം കട്ടപിടിക്കുകയോ രക്തസ്രാവം മൂലമോ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് സാധനം സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ആ സ്ട്രോക്ക് തടയാൻ ഈ ഒലീവ് ഓയിൽ കഴിക്കുന്നവർക്ക് സാധിക്കും എന്നൊക്കെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഉത്തമമായ ഒരു ഔഷധമാണ് ഒലീവ് ഓയിൽ. ഇത് കൊളസ്ട്രോൾ വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇതിലെ കൊഴുപ്പ് ആരോഗ്യകരമായ കൊഴുപ്പാണ് എന്നാണ് ഉള്ളത്. ഇതൊന്നും ഞാനിവിടെ സാധാരണ വരുന്ന നമ്മുടെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്നല്ല, പത്രങ്ങളിലും അതേപോലെയുള്ള മാസികകളിലൊക്കെ വന്ന സംഗതികൾ എവിടുത്ത് ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഹൃദയാരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ഒലീവ്. ക്യാൻസർ തടയാനുള്ള മികച്ചൊരു വഴിയാണ് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ വൈറ്റമിൻ ഇ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നു. അങ്ങനെ വയറ് കുറക്കാൻ ചെറുനാരങ്ങയും ഒലീവ് ഓയിലും കലർന്ന പ്രത്യേക മിശ്രിതം കഴിച്ചാൽ മതി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അതിൽ ഒരുപാട് ഗുണങ്ങൾ. ഇനി മാതള നാരകം, നമ്മുടെ ഈ റൊമ്മാനെ പരിശോധിച്ചാലോ, ഉർമാൻ പഴം എന്നറിയപ്പെടുന്ന ഈ മാതളം നാരകം ഭക്ഷ്യയോഗ്യമായ പഴം ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ഉർമാൻ പഴ, ഈ ചെടി എന്ന് പറയുന്നത്. അതിന്റെ പൂവാണ് കാണുന്നത്. ഇത് മഹാരാഷ്ട്രയില്, ഗുജറാത്തില്, ഉത്തർപ്രദേശിലും ഒക്കെ നമ്മുടെ നാടുകളിലൊക്കെ ആയിട്ട് കാര്യമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട് എന്നാണ്. മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇന്ത്യയിൽ അനാറ് എന്നാണ് പറയാ. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രധാനമായിട്ടും ഈ മാതളത്തിന്റെ ജന്മസ്ഥലം എന്നാണ്. ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ റുമ്മാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇതുങ്ങൾ നെറ്റിൽ പരിശോധിച്ച് നോക്കുമ്പോ അതിന്റെ അതിന്റെ ഗുണങ്ങൾ, ഒരുപാട് നേട്ടങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആരോഗ്യം സംരക്ഷിക്കാൻ നിർബന്ധമായും കഴിക്കേണ്ട പഴങ്ങളിൽ ഒന്നാണ് മാതളം എന്നാണ്. ധാരാളം പോഷക ഗുണങ്ങൾ മാതളത്തിൽ അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ മാതള നാരങ്ങ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും
ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിന് സഹായിക്കുന്നു. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, ഫോളിക് ആസിഡ് എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് ഈ മാതളം, ഈ ഉറുമാൻ പഴം. ദിവസേന മാതള നാരങ്ങ കഴിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധ ശേഷിക്ക് മികച്ച സഹായകമാണ്. ഒരു മാതള നാരങ്ങയിൽ 60 കലോറി അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഗർഭകാലത്ത് മുലയൂട്ടുന്ന സമയത്തൊക്കെ മാതള നാരങ്ങ ജ്യൂസ് കഴിക്കുന്നത് സുരക്ഷിതമാണ് എന്നാണ്. മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ്. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അതിന്റെ തൊലി, കായ്, ഇല, പൂവ് എല്ലാം തന്നെ ഔഷധ മൂല്യമുള്ള ഒരു സംഗതിയാണ് ഈ മാതളം റുമ്മാൻ എന്ന് പറയുന്നത് പോലും. ഉദരവിര ശമിപ്പിക്കുകയും ദഹനശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തളർച്ചയും വെള്ളദാഹവും ശമിപ്പിക്കുന്നു. യുനാനിയിൽ ആമാശയവീക്കവും ഹൃദയവേദനയും മാറ്റുന്നതാണെന്ന് യുനാനിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ശരീരത്തിന് തണുപ്പ് ലഭിക്കുന്ന ഒരു ഫലമാണ്. കൃമിശല്യം കൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിൽ മാറാൻ മാതളത്തിന്റെ തോട്, ഉറുമാമ്പഴത്തിന്റെ തോട് കറുപ്പ് നിറമാകുന്നത് വരെ വറുത്ത ശേഷം പൊടിച്ച് എണ്ണയിൽ കുഴച്ച് പുരട്ടിയാൽ മതി എന്നാണ്. മാതളം കഴിക്കുന്നതിലൂടെ ഗർഭിണികളിലെ ഛർദിയും വിളർച്ചയും ഒക്കെ ഒരു പരിധിവരെ അകറ്റാൻ കഴിയുമെന്നാണ്. അതേപോലെ മാതളത്തിന്റെ കുരു പാലിൽ അരച്ച് കുഴമ്പാക്കി സേവിക്കുന്നത് കിഡ്നിയിലും മൂത്രാശയത്തിലും ഉണ്ടാകുന്ന കല്ലുകളെ ലയിപ്പിച്ച് കളയാൻ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ എത്രയെത്ര ഗുണങ്ങളാണ് ഇത് രണ്ടും മാത്രം. ഈ റുമ്മാനും സൈത്തൂനും പ്രത്യേകം അള്ളാഹു എടുത്ത് പറഞ്ഞതിന്റെ ആ ഒരു സംഗതി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് മുസ്തബിഹൻ മുത്തശാബിഹ്, സദൃശമുള്ളതും സദൃശമില്ലാത്തതും, തുല്യത തോന്നുന്നതും തുല്യത തോന്നാത്തതുമായ ഇങ്ങനെയുള്ള യുസ്താ ബിമാഇൻ വാഹിദിൻ അള്ളാഹു പറയുന്നുണ്ട്. എല്ലാം ഒരു വെള്ളം കൊണ്ട് നനച്ചതല്ലേ, ഒറ്റ വെള്ളമല്ലേ നിങ്ങൾ നനച്ചിട്ടുള്ളൂ. നിങ്ങളുടെ തോട്ടത്തിൽ ഒരു വെള്ളമല്ല ഉപയോഗിച്ചത്, വേറെ വേറെ വെള്ളമാണോ നിങ്ങൾ ഉപയോഗിച്ചത്? ഒറ്റ വെള്ളമല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ നിലക്ക് വ്യത്യസ്തമായ ഫലങ്ങൾ കിട്ടാൻ ഒരു വെള്ളം മാത്രമാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് സൂറത്തുൽ റഅദിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇതേപോലെ ഒരു അനുഭവം സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ബഖറയിൽ, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തി റിസ്ഖ. സ്വർഗത്തിലെത്തിയാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഓരോ പഴങ്ങൾ നൽകുമ്പോ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ വൗതൂ ബിഹി മുതശാബിഹ, അവർ പറയാണ് ഇതന്നല്ലേ ഞങ്ങൾക്ക് നേരത്തെ തന്നത് എന്ന് കാണുമ്പോ പറയും. പക്ഷെ തിന്നു നോക്കുമ്പോഴാണ് അറിയുന്നത് അതല്ലല്ലോ, ഇത് വേറൊരു രുചിയാണല്ലോ, ഇതിന് അതിനേക്കാൾ നല്ല രുചി ഉണ്ടല്ലോ എന്ന് തോന്നുന്നത് അത് കഴിച്ചു നോക്കുമ്പോഴാണ്. അങ്ങനെയാണ് സ്വർഗത്തിൽ നൽകുന്നത്. നേരത്തെ കഴിച്ചതിന്റെ ആ രുചി തന്നെയല്ല, ആ ടേസ്റ്റ് അല്ല നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഉള്ള കാര്യങ്ങളാണ് അതിലൂടെ മനസ്സിലാക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ അവസാന ഭാഗത്ത് 1-2 വിഷയങ്ങൾ കൂടെ പറയാനുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് നോട്ടൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പടച്ചവൻ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു എളുപ്പം നൽകുമാറാകട്ടെ, രോഗശമനം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അവൻ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യവും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين وجزاكم الله